ക്യാമ്പിന്റെ ആത്മവിശ്വാസവും പ്രതീക്ഷയും എന്ന് അലി അക്ബർ ഷാ പറയുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ എന്താണ് ഇപ്പോൾ കാര്യങ്ങൾ എന്ന് നോക്കണം. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷീർ, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇളക്കി മറിച്ചുകൊണ്ട് കൊട്ടിക്കലാശമൊക്കെ അവസാനിപ്പിച്ചു പോയി. അപ്പോഴും ആരോപണങ്ങൾ പലതും അവിടെ തന്നെ നിൽക്കുകയാണ്. ജനകീയ വിഷയങ്ങൾ പലതും ഉയർത്താൻ പ്രിയങ്ക ഗാന്ധി ശ്രമിച്ചിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ജയം നേടും എന്ന ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഭക്ഷ്യക്കിറ്റ് വിവാദം ഉൾപ്പെടെ മേപ്പാടി പഞ്ചായത്തിനെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവസാന മണിക്കൂറുകളിൽ എങ്ങനെയാണ് നേതാക്കൾ നിശബ്ദ പ്രചാരണം നടത്തുന്നത്? വിജയം സുനിശ്ചിതമാണ്, ഭൂരിപക്ഷം നോക്കിയാൽ മതിയെന്നൊരു അവകാശവാദമാണ് വയനാടിനെ സംബന്ധിച്ച് UDFന്റെ ക്യാമ്പ് അവകാശപ്പെടുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തന്നെ തുടരുന്നുണ്ട്. താജ് ഹോട്ടലിലാണ് അവർ താമസിക്കുന്നത്. ഇന്ന് മകൻ റൈഹാനുമൊത്ത് ചില മേഖലകളിൽ സന്ദർശനം നടത്തിയിരുന്നു. ചില വിനോദസഞ്ചാര മേഖലകളിൽ മകനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് പോയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ അല്ലെങ്കിൽ നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദർശനങ്ങൾക്കൊന്നും തന്നെ ഇന്ന് പ്രിയങ്ക ഗാന്ധി തയ്യാറായിട്ടുള്ള വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 4:30 ബാനാസുര ഡാം സന്ദർശിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, വയനാട് കേന്ദ്രീകരിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് സ്ഥിരം താമസമാക്കാനൊരു താല്പര്യമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ വൈകാതെ വയനാട് കൽപ്പറ്റയിൽ ഒരു വീട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വാങ്ങുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിലെ ഭൂപ്രകൃതിയും ഇവിടെയുള്ള കാലാവസ്ഥയൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വീട് വാങ്ങുമെന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. വീട് വാങ്ങുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയിച്ച് മണ്ഡലത്തിൽ തന്നെ സജീവമായി ഉണ്ടാകുമെന്നൊരു സൂചന അല്ലെങ്കിൽ അത്തരമൊരു അവകാശവാദം UDF ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി ഉന്നത നേതാക്കൾ, മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിലയിരുത്തലുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തരത്തിലും പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മണ്ഡലത്തിൽ വെല്ലുവിളികൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുടെ ഭാഗമായി നടത്തിയിരുന്നത് ഭക്ഷ്യക്കിറ്റ് വിവാദത്തിലെ പ്രതികരണം മാത്രമായിരുന്നു. അതൊരു പക്ഷേ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖല കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ UDF വീടുകൾ കയറി സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചില വോട്ടിംഗ് സെന്ററുകൾ, പോളിംഗ് ബൂത്തുകൾ പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം അവർ വെച്ചു പുലർത്തുന്നത്. വിനീത.